ആദരണീയനായ വന്ദന രൂപ ജ്ഞാനതപസി, വേദിയിലിരിക്കുന്ന മുരളി മാസ്റ്റർ, കമ്മ്യൂണിറ്റി ഹൃദയംഗമായ നമസ്കാരം. അതുപോലെ വേദിയിൽ സദസ്സിലുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും പ്രത്യേകം എൻ്റെ നമസ്കാരം. ഞാൻ സംസാരിക്കാനൊന്നുമല്ല ഇവിടെ വന്നത്, നിങ്ങളെയൊക്കെ കൂട്ടായിട്ടൊന്ന് കാണുവാനും സ്വാമിയുടെ പ്രസംഗം ഞാൻ ആദ്യമൊന്നും കേട്ടിട്ടില്ല. അധികം ആ ഊഷ്മളമായ പ്രസംഗം ഒന്ന് കേൾക്കുവാനും ആണ് ഇവിടെ വന്നത്. മറ്റ് പ്രത്യേകിച്ച് പരിപാടിയൊന്നും എനിക്കില്ല. പിന്നെ മുരളി മാസ്റ്ററുടെ നിർബന്ധം കൊണ്ട് 2 വാക്ക് സംസാരിക്കാമെന്ന് വെച്ചുമെന്നുമേ ഉള്ളൂ. ക്ഷമിക്കണം. വാർദ്ധക്യത്തിൻ്റെ കാർക്കശ്യത്തിൽ പല തെറ്റുകളും സംഭവിക്കാം. സംസാരത്തിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. സ്വാമിയുടെ പ്രസംഗം പ്രഗത്ഭ പ്രഹർഷ പ്രസംഗം ഒന്ന് കേൾക്കാൻ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് കേൾക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. വാർദ്ധക്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വാർദ്ധക്യമില്ലേ? ശരി. ഒരു നിശ്ചയമില്ല ഒന്നിനും, വരുമോരോ നില വന്ന പോലെ പോകും. തിരയുന്ന മനുഷ്യനേതിനോ തിരിയാൽ ലോകരഹസ്യമാർക്കുമേ എന്നാണ് ദീർഘദർശികളായ കവികൾ എഴുതി വച്ചിട്ടുള്ളത്. ഒന്നിനുമില്ല നില, ഉന്നതമായ കുന്നുമെന്നല്ല ആഴിയുമൊരിക്കൽ നശിക്കുമോർത്താൽ കുന്നാകവേ വൻ കടലായി മാറും, ഗർത്തങ്ങളോ വൻമലയായി വരും. ഇതൊക്കെയാണ് കവികൾ എഴുതി വച്ചിട്ടുള്ളത്. അതൊക്കെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ഉരുൾപൊട്ടലും മറ്റും ഉണ്ടാകുന്നത് ഇതിൻ്റെ എല്ലാം ഒരു ഭാഗമാണ്. അതുപോലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവരും വളരെ കരുതലോടുകൂടി കാലാവസ്ഥയെല്ലാം മാനിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ സംസാരിക്കുവാനുണ്ട്, എന്നാൽ അത് സാധിക്കാത്ത ഒരവസ്ഥയാണ്. ഞാൻ മുരളി മാസ്റ്റർ എൻ്റെ ഒരു ഉത്തമ, എല്ലാ ദിവസവും ഞങ്ങൾ വിളിക്കാറുണ്ട്. ഇവിടെ പലരും ഉണ്ട് ഉത്തമം. പിന്നെ ഇവിടത്തെ സംബന്ധിച്ച് ഇവിടെയുള്ള കെട്ടിടങ്ങൾ, എല്ലാ കെട്ടിടങ്ങളുടെ പണിയിലും ഞാൻ ഭാഗമായിരുന്നു ആരോഗ്യമുള്ളപ്പോൾ. പിന്നീട് ഒരു ദിവസം മേലത്തെ ദർശന മന്ദിരത്തിൻ്റെ പണിയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ബോധം കെട്ട് വീണത് ഞാൻ അറിഞ്ഞില്ല. മുരളി മാസ്റ്റർക്കൊല്ലേ അറിയാതെ. പിന്നീടാണ് ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയത്. അത്രയും ജോലി തിരക്കിലായിരുന്നു. എല്ലാ ജോലിയിലും ഞാൻ അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു കാലത്ത് നമ്മൾ ചെയ്യുക, അല്ലാത്ത കാലത്ത് നിശ്ചലമായിട്ടിരിക്കുക. അത്രയേ ഉള്ളൂ. ഒരു കാര്യം കൊണ്ട് എല്ലാം ഭംഗിയായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നേരിടുന്നു.